ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച NSS. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കമാണെന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിമർശിച്ചു. ശബരിമല വിഷയത്തിൽ G. സുകുമാരൻ നായരുടേത് ശരിയായ നിലപാടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചു. NSS നിലപാടിനെ ദേവസ്വം മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തു. NSS നിലപാട് മാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും പ്രതികരണം നടത്തി പ്രകോപിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ ധാരണ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയാണ് NSS സർക്കാരിനോട് അടുക്കുന്നത്. ശബരിമല വിഷയത്തിലെ പിന്തുണ സർക്കാരിലേക്ക് വ്യാപിപ്പിക്കുന്നുവെന്നാണ് സമുദായ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെന്ന് വ്യക്തമാകുന്നത്. ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാണ്. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ഒരർത്ഥവും. ആളുകളെ ആർക്ക് വേണേലും കൂട്ടാം. പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. ശബരിമല വിഷയത്തിൽ NSS സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ച് SNDP യോഗവും രംഗത്ത് വന്നു. എല്ലാ കാര്യത്തിലും NSS സർക്കാരിനെ എതിർത്തിട്ടില്ലെന്നും വിഷയാധിഷ്ഠിത നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ? ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങൾ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. ആഗോള അയ്യപ്പ സംഗമത്തോട് തുടങ്ങിയ NSSുമായുള്ള ബന്ധം ദൃഢമാകുന്നതിൽ CPM സന്തോഷത്തിലാണ്. പിന്തുണ ആഘോഷിച്ച് തിരിച്ചടിയുണ്ടാക്കേണ്ട കരുതലിലാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. സമദൂര നിലപാട് സ്വീകരിക്കുമ്പോഴും ശരിദൂരം വഴി UDFനോട് നല്ല ആഭിമുഖ്യം പുലർത്തിക്കുന്ന NSSന്റെ നിലപാട് മാറ്റത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ സമുദായ സംഘടനകളുടെ നിലപാടിനൊപ്പിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാവില്ലെന്നാണ് പുതിയ നേതൃനിരയുടെ അഭിപ്രായം. എങ്കിലും എക്കാലവും മുന്നണിയെ പിന്തുണച്ച NSSനെ പിണക്കാനില്ല എന്നതാണ് പൊതുനിലപാട്. അല്ല, NSS ഒരിക്കലും കോൺഗ്രസിനെതിരായ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്താൻ ശ്രമിച്ച LDF ഇത്തവണ ഭൂരിപക്ഷ വോട്ടുകളിലാണ് ശ്രദ്ധ വെക്കുന്നത്. ഈ രാഷ്ട്രീയ നീക്കത്തിന് ശക്തി പകരുന്നതാണ് NSSന്റെ പിന്തുണ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.